പോലും നമ്മളൊരു ഗ്രൂപ്പിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക നല്ല എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ഇവിടെ മെന്റേഴ്സ്ന്നോ നിങ്ങൾ മെമ്പേഴ്സ്ന്നോ അങ്ങനെ ഒരു ഇതില്ലാണ്ട് എന്താ പറയാ നല്ലോണം തന്നെ പോയിട്ടുണ്ട് അല്ലെ. അപ്പോഴേ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വിന്നർ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ നിങ്ങളെല്ലാവരും നല്ലോണം കട്ടക്ക് നിന്നക്ക്. കാരണം വിന്നർ എന്താ പറയാ സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ച. ആരും എന്താ പറയാ തോറ്റ് പിന്മാറിയെന്ന് പറയാൻ പറ്റൂല. എന്താ പറയാ ആരും എന്താ പറയാ നിങ്ങളെല്ലാവരും വിന്നർ തന്നെയാണ്. കാരണം എന്ന് പറയാണ് എല്ലാവർക്കും നല്ല വെയിറ്റ് ലോസ് ഉണ്ടാക്കി. നല്ല ആക്റ്റീവ് ആണ്. പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും പറയണേ ഇപ്പൊ നമ്മളിവിടെ ഒരു വിന്നർ സെലക്ട് ചെയ്യും. പക്ഷെ ആർക്കും സങ്കടം ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരും വിന്നേഴ്സ് തന്നെയാന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കാം. നമുക്ക് ഇനി ഒരുപാട് ചലഞ്ച് വരുന്നുണ്ട്. അപ്പൊ ആ ചലഞ്ച് ഒക്കെ നമുക്ക് എന്താക്കാം ആക്സെപ്റ്റ് ചെയ്യാം. അല്ലെ നിങ്ങൾ കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ എന്താ പറയാ നമ്മളെ കറക്റ്റ് BMIലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഒരുപാട് കാര്യം എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ടാവും. അതേപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ ഫീഡ്ബാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങൾ ഓരോരോ വാക്കുകളാണ് നമ്മളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത്. കാരണം നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോരോ വാക്കും കൊണ്ട് നമുക്കൊരു എന്താ പറയാ അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ നിങ്ങളെ വെയിറ്റ് കുറയുന്നുണ്ടെങ്കിലും സന്തോഷം നമുക്കാണ് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നത്. ഓരോരോ വീക്കിൽ ഓരോരുത്തർ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ ഇതിനൊരു കാരണമാണല്ലോ എന്ന് കരുതുന്ന സമയത്ത് എന്താ പറയുക ഒരു സന്തോഷമാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയുക നിങ്ങളെ വെയിറ്റ് കുറയുമ്പോൾ നിങ്ങളെക്കാൾ സന്തോഷം ഒരു സമയത്ത് എന്താ പറയുക നമുക്ക് ഉണ്ടാവുക. നമ്മളിങ്ങനെ പറയും അത്ര വെയിറ്റ് കുറഞ്ഞപ്പോൾ നല്ല റിസൾട്ട് ആണല്ലോ നല്ല മക്കളാണല്ലോ ശരിക്കും പറയലുണ്ട്. കാരണം എന്ന് വെച്ചാല് നമുക്ക് ഗ്രൂപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ തരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മളൊരു വിന്നറെ സെലക്ട് ചെയ്യലും അതേപോലെ ഓണം ചലഞ്ചിന്റെ ഇനാഗ്രേഷൻ ആണ്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ആദ്യം തന്നെ റൈഹാന മാമിനെയും അതേപോലെ അക്ഷത മാം, സുമി മാം, കൃഷ്ണപ്രിയ അതേപോലെ നിങ്ങൾ ഓരോരുത്തരെയും കൂടി വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ റൈഹാന മാമിനെ വിളിക്കാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ റൈഹാന മാം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് വെൽക്കം. എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ്. ഞാൻ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ് ഇന്നലെ മുതൽ തുടങ്ങിയിട്ട്. എന്താ ഭയങ്കര ടെൻഷൻ. ഒരു മിനിറ്റ് എക്കോ അടിക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇല്ല, ഓക്കെ ഓക്കെയാണ്. സത്യം പറഞ്ഞ നല്ല ടെൻഷൻ. ഇത്രയും നേരം നല്ല എന്ത് പറയണമെന്ന് അറിയുന്ന നല്ല ടെൻഷൻ. എന്നാലും സ്റ്റാർട്ട് ചെയ്യണല്ലോ. പിന്നെ നിങ്ങൾ ഈ ഒരു 45 ദിവസം അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു വെയിറ്റ് ലോസ് നമുക്ക് എപ്പോഴും ഒരു വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് എടുക്കുകയാണല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഡയറ്റ് ചെയ്യാനല്ല ഒരു വെയിറ്റ് ലോസ് ജേണിയാണ് എന്നത് ഇതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഈ 45 ഡേയ്സ് എല്ലാവരും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നിങ്ങൾ പ്രൂവ് ചെയ്തത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് എന്തും സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. ശരിക്കും ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും വെയിറ്റ് ഒക്കെ കുറേ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ 45 ദിവസം ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിച്ചിരുന്നു? ഉണ്ടോ? ഇപ്പൊ ഒക്കെ അടിക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇതില് നമ്മളെ ചലഞ്ച് ബാച്ചിൽ എല്ലാത്ത ആളുകളും ഉണ്ടല്ലോ അല്ലെ? ഓണം ബാച്ചിലെ ആളുകളുണ്ട്. ഒരുപാട് പറയണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. പക്ഷെ എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാൻ വേണ്ട വായിൽ സംസാരിക്കാനുള്ള വാക്കുകളില്ല. എന്നാലും ഈ ഒരു 45 ദിവസം നിങ്ങൾ എങ്ങനെയൊക്കെ ഡയറ്റ് ചെയ്യാനും എങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ വാക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, സ്ലീപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, വാട്ടർ ഇൻടേക്കിന്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇനി മുന്നോട്ടുള്ള ജേണിയിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ഗോൾ എത്തുന്നത് വരെ ഈ ഒരു വാട്ടർ ഇൻടേക്ക് സ്ലീപ്പിംഗ് ആയാലും ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോയി നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പറയാണ്. നമ്മളൊരു 45 ഡേയ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കി കാണാലോ അല്ലെ? ഞാൻ ഷെയർ ചെയ്യട്ടെ കഴിഞ്ഞ 45 ഡേയ്സ് എങ്ങനെ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്.
ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് കിട്ടുന്നില്ല. ഞാൻ നോക്കാം. Recording in progress. ഷിഫ ഷിഫ ഉണ്ടതില് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ. എക്കോ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഇത് ഇവിടത്തേക്കുള്ള എന്നാ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഏത് നമുക്ക് മറ്റേ ക്ലാസ്സിന്റെ ഒരു വീഡിയോ. ഉമ്മ എടുക്കണോ? ഉമ്മ എടുത്തില്ല. ഈ വീഡിയോക്ക് സൗണ്ട് ഇല്ല കേട്ടോ. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിട്ട്.
സോറി കിട്ടുന്നില്ല അല്ലേ? ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ? ഇല്ല കാണുന്നില്ലല്ലോ. പ്ലേ ചെയ്തിട്ടില്ല. ഷീഫീൽഡിൽ ജോയിൻ ആകുമ്പോൾ 92.650 ആയിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് 21 ഡേയ്സ് ചലഞ്ചിലൂടെ 87 സംതിങ് ആക്കാൻ കഴിഞ്ഞു. ഏകദേശം 5 kg വെയിറ്റ് ലോസ് ആയി. താങ്ക് യു സോ മച്ച് ഷീഫി. സ്പെഷ്യൽ താങ്ക്സ് ഫോർ അശ്വതി മാം. ക്ലാസ് ഭയങ്കര ഫിസിക്കൽ ട്രെയിനിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. താങ്ക് യു സോ മച്ച് ഓൾ ക്രൂ മെമ്പേഴ്സ്. താങ്ക് യു ഡാർലിംഗ്. ഒരു ഫീഡ്ബാക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചു. ഇൻഷാല്ലാ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷന് ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന റിയാൻസിയ. കാരണം എനിക്ക് ഭയങ്കര എന്താ പറയാ, പിന്നെ എനിക്ക് പറയാം, ഞാനും എല്ലാവരും തന്നെ എല്ലാ ലേഡീസ് ഇന്നത്തെ വർക്കൗട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ അശ്വതിയും കൃഷ്ണയുടെ സ്വന്തം മക്കളെ കൊണ്ടെടുത്തത് ഇന്ത്യ അടുത്തേക്കും പിയാപ്പിളും മാൻ്റെ അടുത്തെത്തിയ അവസ്ഥയായി. വർക്കൗട്ട് അടിപൊളി വർക്കൗട്ട്, നല്ല വർക്കൗട്ട്. എന്താ പറയുക, അപ്പർ ബോഡി ആണെങ്കിലും മൊത്തം നിറഞ്ഞു. ഇന്നത്തെ ആ തലയാണിന്റെ പില്ലോണ്ട് നടു നല്ലോണം നിറച്ചിട്ടുണ്ട്. നല്ലൊരു ഫീൽ ഉണ്ട്. നമുക്ക് ചെയ്താലേ അത് ചെയ്തിരുന്നുള്ള ഒരു ശരീരം അറിയുമല്ലോ, അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മേലെ ആള് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള്. കാരണം കുട്ടികള്, ബാധ്യതകൾ, പ്രാരാബ്ദങ്ങള്, അതിന്റെ ഇടയ്ക്ക് ചില സമയം ഫീഡ്ബാക്ക്. ഹലോ, വർക്കൗട്ടൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ നൈറ്റാണ് കയറിയത്, നോമ്പായിരുന്നു, അത് കാരണം നൈറ്റാണ് കയറിയത്. അടിപൊളി വർക്കൗട്ട് ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ദിവസമായി റൈഹാനത്തിനെ കണ്ടിട്ടു, അതും ഇന്ന് നടന്നു. പിന്നെ വർക്കൗട്ട് എല്ലാവരും ഓക്കെയാണ്. ഇപ്പോൾ അശ്വതി ആയാലും കൃഷ്ണ ആയാലും ഒക്കെ നല്ല അടിപൊളി വർക്കൗട്ടാണ് കേട്ടോ. വർക്കൗട്ട് അടിപൊളിയായിരുന്നു. അറിയാൻ മാമിനെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കാണാത്ത, അതുകൊണ്ട് നല്ല നമ്മളങ്ങ് എണീപ്പിച്ചു പില്ലോ ഒക്കെ തന്ന് നല്ല കിടത്തി വളർത്തണമെന്ന് വിചാരിച്ചു. ഇടയിൽ റെസ്റ്റ് ടൈം ചോദിച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടായി. ഹായ് ഓൾ, ഞാൻ പ്രജ്ഞ ആർ കൃഷ്ണ. ഷീഫിറ്റിന്റെ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ 45th ഡേ ആണ്.
അതായത് ഫൈനൽ ഡേ ഞാൻ എൻ്റെ വെയിറ്റും ഇഞ്ചസൊക്കെ നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. 45 ഡേയ്സിൽ നല്ലൊരു ചേഞ്ചസ് തന്നെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതിന് ഷിഫിറ്റിലെ എല്ലാ മെമ്പേഴ്സിനോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും റിഹ മാം, ഷജ്മ മാം, സുമി മാം, നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഓരോ പ്രാവശ്യം ഡീമോട്ടിവേറ്റഡ് ആയി പോകുമ്പോഴും നിങ്ങളാണ് ഫുൾ മോട്ടിവേഷൻ തന്നത്. എന്തായാലും നമുക്ക് അപ്പൊ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു നമ്മളെ. പഠിക്കുന്നോ? ഉണ്ട് എക്കോ ഉണ്ട്. അപ്പൊ നമ്മളെ 45 ദിവസങ്ങള് ചെറിയൊരു സ്ക്രീനിൽ നമ്മളിപ്പോ കണ്ടു. സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ പാൻ കേക്ക്, ബിരിയാണി ചലഞ്ച്, അതുപോലെ തന്നെ വാക്കിംഗ് ചലഞ്ച്, ജമ്പിങ് ജാക്സ്, എല്ലാ ചലഞ്ചും കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഫൈനൽ ഡേയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഒരുപാട് എന്താ പറയാ ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. കാരണം നിങ്ങൾ നിങ്ങളെ ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച ഈ ഒരു 45 ദിവസം നിങ്ങളുടെ ലൈഫ് ഇപ്പഴാട്ടോ ഞാൻ മെസ്സേജ് കാണുന്നത്. ഓടിച്ചു കൂടും നേരമില്ലല്ലേ, കാത്തിരിക്കാനുള്ള നേരമില്ല. ആരാണ് വിന്നർ എന്ന് അറിയായിട്ട് നമുക്ക് റിവീൽ ചെയ്യാം അല്ലെ. അതിന് മുൻപ് നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന അശ്വതി മാം ഉണ്ട്, കൃഷ്ണ മാം ഉണ്ട്. അപ്പൊ അവർക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ അശ്വതി മാമിനെ ഫസ്റ്റ് ക്ഷണിക്കുകയാണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, കുറച്ചുകൂടി ടെൻഷൻ അടിക്കും, കുറച്ചുകൂടി ലാസ്റ്റ് പറയാ. അശ്വതി. ഹായ്. എല്ലാരും ഇങ്ങനെ നോക്ക്, ഞാനിപ്പോ എന്താ പറയണ്ടേ. എന്താ പറയണത് ഓർമ്മയില്ല. അങ്ങനെ നമ്മുടെ 45 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് അങ്ങനെ അവസാനിച്ചു. നമുക്ക് ആരെന്ന് അറിയേണ്ട ഒരു ആകാംക്ഷയില ഞാനും. ഞങ്ങള് ഇപ്പൊ വെയിറ്റ് ലോസ് ചലഞ്ച് കഴിഞ്ഞു. ഇതിൽ ഇത്ര വെയിറ്റ് കുറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാ. കണ്ടിന്യൂസ് നമുക്ക് വർക്കൗട്ട് നമുക്കൊരു ഭാഗമായിട്ട് കൊണ്ടുപോകണം. ഷിഫിറ്റ് എന്നും ഒപ്പം ഉണ്ടാവും കേട്ടോ. നമ്മളും ഒപ്പം ഉണ്ടാവും. BMI-യിലെ അതാണ് പ്രശ്നം. ഞാൻ അശ്വതിനോട് രാവിലെ വിളിച്ചു പറഞ്ഞു, അശ്വതി വീഡിയോ കണ്ടപ്പോ നമുക്ക് സ്കൂള് നല്ല സെൻഡ് ഓഫ് വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ, ഈ സെൻഡ് ഓഫിന്റെ അന്ന് ഓരോ വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഭയങ്കര വിഷമൊക്കെ വരുന്നു കാണുമ്പോ. കാണുമ്പോഴേ ശരിക്കും എനിക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ലാസ്റ്റ് ഡേ എല്ലാം ഇങ്ങനെ ഓരോ വീഡിയോ എല്ലാം ഉണ്ടാവില്ലേ, ഞാൻ അതന്നെ ഓർത്ത് അതുപോലെ തോന്നുന്നു. അതെ അതെ, ഭയങ്കര ഒരു ഫീലിംഗ് ആവുന്നുണ്ട്. ഞാൻ അശ്വതിനോട് രാവിലെ വിളിച്ചു പറഞ്ഞു, അശ്വതി ഇന്ന് ഫൈനൽ ഡേ ആണ്, നമുക്ക് സംസാരിക്കണം. പക്ഷെ ഞാൻ സംസാരിക്കില്ലേ, അത് ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. അശ്വതി മാം സംസാരിക്കാൻ തുടങ്ങിയപ്പോ 1, 2, 3ക്ക് ശേഷം കുറെ നാൾക്ക് ശേഷമാണ് അശ്വതി മാം സംസാരിക്കുന്നത് കേൾക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്നതാ. കൃഷ്ണ ഉണ്ടല്ലേ? കൃഷ്ണ കൃഷ്ണ ഇല്ലായിരുന്നു? കൃഷ്ണ ആവാത്തവർക്കും എന്തായാലും ഇത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യമായിട്ട് വിചാരിക്കുക. അതുപോലെ തന്നെ അശ്വതി പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്ട് ഇനിയും വർക്കൗട്ട് ചെയ്യാ. ദിവസം എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. എല്ലാരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കും. കൃഷ്ണനോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. രാവിലെ തണുപ്പത്ത് വാതുക്ക നിന്ന് നമുക്ക് ചെയ്തു തന്നല്ലോ. താങ്ക് യു. താങ്ക് യു.
ഞാൻ ശരി. വിചാരിക്കും കൃഷ്ണ ഒരു പാവത്താൻ്റെ തൊട്ട് ഉണ്ടാവാന്ന് പറയലുണ്ട് റെഹാൻ മാമിനോട്. ആ ഓക്കെ. ജിമ്മില് വരണം കേട്ടോ. ഐഷ മനസ്സിലാവുന്ന ആ ശരിക്കും ഇതിലൊരു വിന്നർ ആവുക എന്നുള്ളതല്ല കേട്ടോ. ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ ഈ നമ്മളെ 30ഓളം ആൾക്കാരുണ്ടായിരുന്നു ഗ്രൂപ്പില്. എല്ലാരും ഒന്നിനൊന്നും വെച്ചാണ് വിന്നർ ആവുക. അപ്പൊ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ശരിക്കും നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആണ് കേട്ടോ. ഒരാളെ ഇപ്പൊ നമുക്ക് പേരിന്ന് ഒരാളെ സെലക്ട് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ തന്ന ടാസ്ക് എല്ലാരും ഓരോ എന്താ പറയാ അവരെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എല്ലാ ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതന്നെ വലിയ നമ്മൾ ചില ബാച്ചിലൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച നല്ല ആക്റ്റീവ് ആയിരിക്കും എല്ലാവരും. ഇത് ആ ഒരു എനർജി വിട്ട് കളയാണ്ട് 45 ദിവസം ഒരേ എനർജിയിൽ വന്നിട്ടുണ്ട്. മാഷാഅല്ലാ, നല്ലൊരു കാര്യമാണ്. അപ്പൊ സുമി മാം ഉണ്ട് അതില്. എല്ലാരും സംസാരിച്ചപ്പോ സുമി മാമിനെ മാത്രം നമ്മൾ വിട്ടുള്ളത്. സുമി മാം തിരക്കിലാണോ? ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്. ആദ്യം ഞാൻ എല്ലാവരോടും സോറി പറയാണ്. ഞാൻ ക്യാമറ ഓൺ ചെയ്യാത്തത് വേറൊന്നല്ല, എനിക്ക് ഗസ്റ്റ് ഉണ്ട്. ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എല്ലാ മാമിനെയും കാണാറുണ്ട്, സുമി മാമിനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഫോട്ടോ ഇട്ടില്ല സുമി മാമിന്റെ. കണ്ടിനാ? ഫസ്റ്റ് ഫോട്ടോ ഇട്ടിരുന്നു. ക്ലിയർ ഉണ്ടോ? ഉമ്മീച്ച മാറ്റാൻ പോയിട്ടുണ്ടാവും. മാക്സിയിലായിരിക്കും മൂപ്പറുള്ളത്. ചിലപ്പോ ചുരിദാർ ഇടാൻ പോയിട്ടുണ്ടാവും. ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല ലുക്കിലായിരിക്കും. മേക്കപ്പ് ഇടാൻ ഓടിയതായിരിക്കും. മേക്കപ്പ് ഇടാൻ ഓടിയതല്ലടാ, ഗസ്റ്റ് ഉണ്ട് വീട്ടില്. അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാതിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പൊ തന്നെ റിസൾട്ട് പറയൂ. രണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നെക്സ്റ്റ് നമുക്ക് എല്ലാരും വെയിറ്റ് ഒന്ന് കാണാം അല്ലെ? പിന്നെ സ്റ്റക്കായി. ഒരു മിനിറ്റ്. മാമിനെ ഇപ്പൊ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഞ്ചി ചതക്കുന്ന മാതിരി ചതക്കും. അങ്ങനെ ഓരോരുത്തർ എക്സ്പ്രഷൻ ഉള്ളത്. ഓണം ബാച്ചിലുള്ള ആളുകളുണ്ട്. നമ്മള് ഈ ഒരു വിന്നറെ കാണുന്നതിന് മുൻപ് നിങ്ങൾ ഷീഫീൽഡിൽ വന്നിട്ട് ഇപ്പോ 45 ദിവസം കൊണ്ടൊന്നും ബാക്കി നിങ്ങളെ അറിയാത്ത കുറെ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓണം ചലഞ്ച് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബാച്ചിലുള്ള ആളുകളും ഇതിലുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് അല്ലെങ്കിൽ നമ്മളെ പറ്റി ഷീഫീൽഡിനെ പറ്റിയിട്ട് നമ്മളെ ചലഞ്ചിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് ലാസ്റ്റ് പറയാം. പറയും ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് പരിതാണ് ഞാൻ പറഞ്ഞത്. പരി തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും കേൾക്കാലോ. സ്റ്റാർട്ട് ചെയ്തോ. പ്രസംഗിക്കാൻ വിളിക്കുന്ന പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ടെൻഷൻ. ഇല്ല, മാഷാ അല്ലാ, ഞാന് എന്ന് പറഞ്ഞാല് കുറെ ഇങ്ങനത്തെ ഓൺലൈൻ ഇതില് കയറിയിട്ടുണ്ട്. ജിം വർക്കായാലും സൂംബ സെക്ഷൻ ആയാലും. പക്ഷെ അവിടുന്നൊക്കെ അവര് ചെയ്യുന്നില്ല എന്നല്ല. പക്ഷെ ഇത്തരത്തിലൊരു നല്ലൊരു ഓർഡർ ആയിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പിന്നെ എന്താ പറയാ ഓൺലൈൻ സെഷൻ നമ്മുടെ ഡയറ്റീഷ്യൻ ആയാലും ശരി, അതുപോലെ തന്നെ നമ്മളെ ട്രെയിനേഴ്സ് ആയാലും ശരി. ഞാൻ മാക്സിമം എല്ലാം ഞാൻ 8:30 ആണെന്നൊന്നും കയറിയത് നൈറ്റില്. അപ്പൊ അശ്വതി മാമ ഉണ്ടാവല്. അപ്പൊ അശ്വതി മാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കംഫർട്ട് ആയിരുന്നു. റിയ മാമും കൃഷ്ണ മാമും പോക്കുന്നില്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മള് സ്ഥിരം കയറാലുണ്ടല്ലോ. അപ്പോ 3-4 ദിവസം ശരിക്കും പറഞ്ഞാൽ അശ്വതി ഇല്ലായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാലും എന്താ പറയാന്, അതിന് പകരമായിട്ട് റിയ മാം വന്നിട്ട് ആ പൊളി സെക്ഷൻ ആയിരുന്നു, ഒന്നും പറയണ്ട. എന്താ പറയാ, നമുക്ക് ആ ഒരു ലാസ്റ്റ് വീക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് റിയ മാം തന്നു. അതുപോലെ തന്നെ നമ്മള് എല്ലാരും ഒരാളുടെ പേര് പറയാത്ത വിട്ടുപോന്നെയാണേ. എല്ലാ ഇതും പിന്നെ നമ്മളെ സുമി മാം, ഷെജ്മ മാം, അവരാണ് മോട്ടിവേഷന്റെ മെയിൻ ആൾക്കാർ. ഗ്രൂപ്പിൽ വന്നിട്ട് അവരാണ് പറയാ.
പിന്നെ എന്താ പറയാ, നിങ്ങൾ എന്താണോ ഇന്നൊന്നും പിക്സ് ഒന്നും കാണുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവര് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓഫ് ഇന്ന് ഇടാൻ വിട്ടുപോയോ വേഗം തന്നെ പിന്നെ അടുത്ത സെക്ഷന് നോക്കല്. അങ്ങനെ എന്താ പറയാന്, ഈ ഒരു 45 ഡേയ്സ് കൊണ്ട് ഞാൻ ഇത്രയും വെയിറ്റ് ലോസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. 7 kg എന്ന് പറഞ്ഞാല് എന്റെ മാക്സിമം ആണത്. അങ്ങനെയല്ല, ഇനി അങ്ങോട്ട് ഞാൻ അതിൽ കൂടുതലാക്കാൻ നോക്കും ഇൻഷാല്ല. പക്ഷേ ഇത് ഒരു നല്ലൊരു റിസൾട്ടാണ് എന്നെ സംബന്ധിച്ച് ഇൻഷാല്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കണ്ണും പൂട്ടിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. ഈ ഓണം ചലഞ്ചിൽ വന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, എല്ലാം നേടാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കേടാ, താങ്ക്സ് ടാ. നെക്സ്റ്റ് മിച്ചു. മിച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ മിച്ചു എന്റെ ബ്രദറിന്റെ വൈഫും കൂടി കേട്ടോ. സ്റ്റാർട്ട് ചെയ്യ് മിച്ചു, പറയൂ. മ്യൂട്ടാടാ, മൈക്ക് ഓഫാ, മൈക്ക് ഓഫാ. എനിക്കും ഒരു 7 kg ലോസ് ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. രാവിലെ കുറച്ച് ലേറ്റ് ആയി പോയി വെയിറ്റ് ചെക്ക് ചെയ്യാൻ. പക്ഷെ ചെക്ക് ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ ഇത്ര വെയിറ്റ് ലോസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷായി. പിന്നെ ധൈര്യമായിട്ട് എന്താ പറയാ, ഇനി ഇതിൽ ജോയിൻ ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ മെന്റേഴ്സ് റിയാൻ ചെയ്യാലും സുമി ചെയ്യാലും പിന്നെ ഷെജിന മാം ആയാലും പിന്നെ നമ്മള് വർക്കൗട്ട് തന്നെ എനിക്കറിയാം. ഫരീദ പറഞ്ഞ പോലെ തന്നെ അശ്വതി എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോണാണ്. പേഴ്സണലി അവളെ എന്താ ജിമ്മില് പോയിട്ട് അറിയാം, നല്ലോണം അറിയാം. അപ്പൊ നമ്മള് പെട്ടെന്ന് കണ്ട പാടെ തന്നെ മൂപ്പറ് എന്താ ഒരു സംസാരിക്കാത്ത ഒരു കൂട്ടത്തിലാണ് പൊതുവെ. കുറച്ച് എന്താ പറയാ, റിയാൻസ് പറഞ്ഞതിനോട്ട് മസിൽ വിട്ട് കളിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാ. പക്ഷേങ്കില് മൂപ്പറ അടുത്തറിഞ്ഞാല് നല്ല എന്താ പറയാ, നമ്മളെന്ത് പറഞ്ഞാലും എത്ര പ്രാവശ്യം മനസ്സിലായിട്ടില്ല ഇതൊന്ന് കാണിച്ചിരുന്ന് പറഞ്ഞാല് മൂപ്പറ് വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരും. അപ്പൊ എല്ലാം കൊണ്ടും റാഹത്താണ്. അൽഹംദുലില്ലാ, നല്ലൊരു റിസൾട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയത്. എല്ലാരോടും നന്ദി പറയും. നെക്സ്റ്റ് നമ്മളെ സ്വന്തം പാറു. ഇനിയും ഞാൻ പറഞ്ഞ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ ആയിപ്പോ. കൊറേ വീഡിയോ ആയി എന്റെ വീഡിയോയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. പറഞ്ഞിട്ടുണ്ടല്ലേ. എന്തായാലും ഞാൻ പറയാ, ഷീഫിറ്റ് അടിപൊളിയാണ്. എനിക്കൊരു നല്ല ചേഞ്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓരോ ആൾക്കാരും ഓരോ സ്റ്റാഫ്സ് ഓരോരാളുടെ സൈഡിൽ നിന്ന് ഒരാൾ മോട്ടിവേഷൻ ആണെങ്കിൽ ഒരാൾ വർക്ക്ഔട്ട്, ഒരാൾ ഡയറ്റ്, അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോ മോട്ടിവേഷൻ വൈസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഈ ഇരിക്കുന്നതും കിടക്കുന്നതും. ഞാനും ഇപ്പോൾ ഓണം ചാലഞ്ചിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാൻ എത്രത്തോളം ഞാൻ ഹാപ്പിയാണ് അതിലെന്ന്. ഇനിയിപ്പോ അത് കഴിഞ്ഞ് ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടാ വീണ്ടും വരും. വിട്ടുപോകൂല. വിട്ടുപോകൂല. VM എത്തണ വരെ വിട്ടുപോകുന്നില്ല. എല്ലാരും ജോയിൻ ആവാ. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് രേഷ്മ. കാണുന്നതിനനുസരിച്ചിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. എല്ലാരും ക്യാമറ ഓൺ ചെയ്യും. നമ്മളെല്ലാരും എല്ലാരും അറിയുന്ന ആൾക്കാരല്ലേ, വാ ക്യാമറ ഓൺ ചെയ്യും. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറെ മുന്നേ പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ ഇതിനു മുന്നേ ഒരു എന്താ പറയാ, ഒരു ലാസ്റ്റ് ഒരു 5 years ആയിട്ട് എന്റെ 72 അങ്ങനെയൊക്കെ തന്നെയാ, 72 73 ഒക്കെ. അതിന് മുന്നേ ഒരു 5 years മുന്നേ ഞാനൊരു 10 kg ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഇങ്ങനെ കുറച്ചിരുന്നു. അപ്പൊ നമ്മളുടെ ഏജും കുറച്ച് കുറവാണല്ലോ, അപ്പൊ നമുക്ക് കുറയാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു. എന്നിട്ട് എനിക്ക് ഇപ്പൊ ഷീവീക്കിൽ വന്ന ശേഷം ഞാൻ ചെയ്തൊരു ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം പറയാവേ, നിങ്ങൾ എല്ലാവരും അത് പറ്റിയെങ്കിൽ ചെയ്യണം. എന്താന്ന് വെച്ചാൽ ബ്ലഡ് ചെക്ക് ചെയ്തതായിരുന്നു. അപ്പോ ഇതിന് മീൻസ് ഒരു 1 year ബാക്ക് എനിക്ക് തൈറോയിഡിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 5.95 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ജിമ്മിലും വർക്കൗട്ടൊക്കെ മീൻസ് ഡയറ്റൊക്കെ കൺട്രോൾ ആയതുകൊണ്ട് ഞാൻ വന്നിട്ട് ഓക്കെ, നമ്മൾക്ക് ഇനി എന്താ പറയാ മെഡിസിൻ ഒന്നും എടുക്കണ്ട, ഞാൻ ഫുള്ള് ലൈഫ് സ്റ്റൈലിലൊക്കെ ഓക്കെ ആണെന്നൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയായിരുന്നു. വെയിറ്റ് എന്റെ എത്ര ഡയറ്റ് ഒക്കെ എടുക്കുമ്പോഴും നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പിന്നെ ഞാൻ ഇപ്പൊ ഈ ഷീഫിറ്റിൽ വന്ന ശേഷമാണ് ശരിക്കും റയന്റെ അടുത്ത് സംസാരിച്ച ശേഷം റയ ഓക്കെ ഇങ്ങനെയൊക്കെ എടുത്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോ, എത്രയോ നമ്മൾ പൈസയും അല്ലെങ്കിൽ എല്ലാം നമ്മൾ ചെലവാക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊരു ഇതില് ഞാൻ പോയിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ തൈറോയിഡിന്റെ ഇത് വന്നിട്ട് 59.6 അങ്ങനെയൊക്കെ. ശരിക്കും ഞാൻ തന്നെ എല്ലാവരും ഷോക്കായി പോയി, ഇതെങ്ങനെ നടക്കണേ, ഇതെങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണേന്നൊക്കെ ഉണ്ട്. ഇതില് വിറ്റാമിൻ ഡി ഭയങ്കര കുറവ്, അങ്ങനെ കുറെ സംഭവങ്ങൾ, ഒരു മിക്സഡ് ഹെൽത്ത് ചെക്കപ്പ് ഒരു സംഭവമായിരുന്നു.
അപ്പൊ എനിക്ക് ഇവിടെയുള്ള എല്ലാ ലേഡീസിന്റെ അടുത്ത് എന്താ വെച്ചാൽ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഫാമിലി നോക്കുന്നുണ്ടായിരിക്കും, നമുക്കൊക്കെ ഫുൾ ഓട്ടാണല്ലേ. നമുക്ക് ഇനിയിപ്പം എപ്പോഴും നമ്മൾ തിരക്കില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സമയം ഇല്ല. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീൻസ് നമ്മുടെ ബോഡി നോക്കിയല്ലേ നമുക്ക് പിന്നെ നമ്മുടെ ചുറ്റുള്ളവരെയൊക്കെ നല്ല സ്നേഹത്തോടെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പറ്റുന്നവരൊക്കെ നമ്മളുടെ തൈറോയിഡ് ലെവല്, നമ്മുടെ ഹെൽത്ത് സംഭവം, BP, ഷുഗർ ഇതൊക്കെ നോർമൽ ആണോ നോക്കുക. പലപ്പോഴും നമ്മുടെ വെയിറ്റ് സ്റ്റെക്ക് ആവുന്നൊക്കെ നമ്മൾക്ക് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടോ നമ്മുടെ കോർട്ടിസോ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇതിന്റെ. അപ്പൊ ഇതിന്റെ മെന്റേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിയ ശേഷം ഈ ഹൈപ്പോതൈറോയിഡിസം വെച്ചിട്ട് തന്നെ ശരിക്കും എനിക്ക് ഒരു 6 kg ലോസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. സാധാരണ ഇങ്ങനെ തൈറോയിഡ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ലോസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയണേ. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കുറഞ്ഞതില്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, കുറയ്ക്കുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഇന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുഡ് പിക്കോ ഒന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എനിക്കിന്ന് ഭയങ്കര ഒരു, ഞാൻ ഒന്നും ചെയ്യാത്ത പോലെ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളൊരു ഡേ രാവിലെ മുതല് ഞാൻ ഭയങ്കര ഓട്ടത്തിലായിരിക്കും ഓഫീസിലേക്ക്. അത് കഴിഞ്ഞ് 7:30 ആവും ഞാൻ വീടെത്തുമ്പോൾ. പക്ഷെ എന്നാൽ ആ ടൈമിലൊക്കെ നമുക്ക് വേണ്ടി ഒരു സമയം നമ്മൾ ഫുഡിന്റെ പിക്ക് എടുക്കാൻ, വർക്കൗട്ട് ചെയ്യാൻ, അതിൻ്റെ ഒപ്പം ഓഫ്കോഴ്സ് നമ്മുടെ ഫാമിലിന്റെ കാര്യമൊക്കെ നമ്മൾ നോക്കും. എന്നാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇതാക്കും. എനിക്ക് തോന്നുന്ന കാര്യം, ഈവൻ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില് എല്ലാവരും ലേഡീസ് ആണല്ലേ. അപ്പൊ ലേഡീസ് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുമ്പോൾ അത് ഭയങ്കര ഒരു സ്ട്രോങ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കുന്ന പോലെ ആർക്കും നമ്മളുടെ ഫീലിങ്സോ നമ്മളുടെ മെന്റൽ ട്രോമാസോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ഈഗോസും നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പാറു പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോന്നിലാണ് നല്ലത്. ഇപ്പൊ എങ്ങനെ പറയാ, സുമി മാമിന്റെ ഒരു കാരിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ റയ വർക്കൗട്ടിൽ നല്ല അടിപൊളിയാ, മീൻസ് അശ്വതിന്റെ പേഷ്യൻസ്, ഈവൻ കൃഷ്ണയ്ക്കും നല്ല പേഷ്യൻസ് ഉണ്ട്. അവർക്കെന്ന് വെച്ചാൽ എനിക്ക് തോന്നും അവർ കുറച്ചും കൂടിയൊക്കെ ഒന്നും കൂടി നമുക്ക് വർക്കൗട്ട് ഒക്കെ തന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ മീൻസ് അവർ ചിലപ്പോൾ കുറച്ചും കൂടി ചെറുതല്ലേ, അപ്പൊ അവർക്ക് എല്ലാവരെയും കൺസിഡർ ചെയ്യണമല്ലോ, ബിഗിനേഴ്സിനെ ഒക്കെ. അതുകൊണ്ടായിരിക്കും. അപ്പം എനിക്ക് മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. ഓഫ് കോഴ്സ് പ്രജ്ഞ പറഞ്ഞ പോലെ നമ്മളും നെക്സ്റ്റത്തെ ഓണം ചാലഞ്ചിലൊക്കെ ജോയിൻ ചെയ്യണം എന്നൊക്കെ തന്നെയാണ് പ്ലാൻ. സോ ഒരു നല്ലൊരു ഓണൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊക്കെ ഒന്നും കൂടി അടിപൊളി ഫിഗർ ആയിട്ട് നമുക്ക് അടിപൊളിയായി നടക്കാം. അപ്പൊ നമ്മുടെ ചുറ്റുള്ളവർക്ക് എന്താണെന്നറിയോ, നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ളവരൊക്കെ എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ മറ്റാരും എക്സ്പെക്ട് ചെയ്യില്ല നമ്മുടെ ഭർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് മാറുമ്പോൾ നമ്മുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിലോ അങ്ങനെ കുറെ ചേഞ്ചസ് നിങ്ങൾക്ക് സംഭവിക്കും. ഇത് ഒരിക്കലും ഒരു വെയിറ്റ് ലോസിലല്ല. ഞാൻ വേറെ ഒരു കോട്ടും കൂടി കണ്ടിരുന്നേ. എന്താ മീൻസ് ഒരു കോട്ടല്ല, ഒരു വീഡിയോയില് ഞാൻ കണ്ടിരുന്നു. ആഫ്റ്റർ 25 അല്ലെങ്കിൽ ഒരു 30+ ഒക്കെ നമ്മുടെ വെയിൻ സ്കെയിൽ ചിലപ്പോൾ അത് മൂവ് ചെയ്യണമെന്നില്ല. എനിക്ക് നെബിലെന്ന് വെയിറ്റ് കുറയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നതാ. എനിക്ക് സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ശരിക്കും നമ്മളൊരു 30+ ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ 25 കഴിയുമ്പോൾ നമ്മളുടെ ഷേപ്പ് എങ്ങനെയുണ്ട് നോക്കിയാൽ മതി. നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ മെലിഞ്ഞ പെൺപിള്ളേർക്ക് ചിലപ്പോൾ ഒരു കാണുമ്പോൾ ഒരു വിസിബിൾ ഭംഗി ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾക്ക് ഈ തടിയൊക്കെ ഉള്ളത് ശരിക്കും നല്ല ഭംഗിയാ. ഇതിനൊക്കെ വേണ്ടി ഓരോരുത്തർ സർജറി ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ആ ഉള്ള തടിനെ നല്ല ബ്യൂട്ടിഫൈ ചെയ്യാന്നുള്ളൊരു സംഭവമാണ് നമ്മളിപ്പോ ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റ് മതി. നമ്മൾ ആരും മെലിയാൻ വേണ്ടി വന്നതല്ല, നമ്മളുടെ ഉള്ള ഫിഗറിനെ നല്ല അടിപൊളിയാക്കി മാറ്റാന്നുള്ളതാണ്. എനിക്ക് മൈക്ക് തന്നാ ഇതാണ് പ്രശ്നം എന്ന് എന്റെ ഓഫീസിൽ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഞാൻ നിർത്താണ്. ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച്. ആ ഒരു 6 kg ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു രശ്മ. നല്ല നല്ല കോഴ്സാ രശ്മ പറഞ്ഞത്. ശരിക്കും നമ്മള് ലേഡീസ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വീട്ടിലുള്ള ഹസ്ബൻഡിൻ്റെതായാലും മക്കളതായാലും ശരിക്കും നമ്മളെ കെയർ ചെയ്തില്ല ശരിക്കും. അവർക്ക് എന്താണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡല്ലേ ശരിക്കും. ഈ ഒരു 45 days ശരിക്കും നമുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അടുത്തത് സിയാന പോയോ? ആദിത്യ, ആദ്യ പിന്നെ ഫുള്ള് ബിസിയാ. എപ്പൊ നോക്കിയാലും ബിസി. അവിടെ പോയി കാണുന്നു. ഹലോ, പറയൂ കേക്കുന്നുണ്ട്. കേക്കുന്നുണ്ടോ? ഇപ്പഴും പുറത്താണോ? ഉണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ ആക്കുന്നില്ല. ക്ലിയർ വീഡിയോ ആവുന്നുണ്ടോ? ഉണ്ടാക്കണ്ട. ഓക്കെ, ക്ലിയർ ഉണ്ട്. ഓക്കെ. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരുപാട് നമ്മള് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുന്ന ഒരാളായിരിക്കും. എന്നെ സംബന്ധിച്ച് കൺസിസ്റ്റൻസി എന്നുള്ളത് ഒരു ഭയങ്കര മാറ്റർ. ഒരിക്കലും എനിക്കത് അങ്ങനെയല്ല.
അപ്പൊ ഒരു 10 ദിവസമൊക്കെ ഫോളോ ചെയ്താൽ കൂടെ 11ാം ദിവസത്തേക്ക് സ്കിപ്പ് ചെയ്യുന്ന ആളേനി ഞാൻ. പക്ഷെ ഇവര് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്നെ പിടിക്കലുണ്ട് ഇനി. ഞാൻ അങ്ങനെ ചെയ്യാത്തതിനോണ്ട് ചില സമയങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവരെന്നെ പിടിച്ച് എന്തായാലും ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം മാറ്റം വന്നിട്ടുള്ളത്. എനിക്കൊരു 6 കിലോളം കുറഞ്ഞിട്ടുണ്ട്. 70ന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുന്ന ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഒരാള് പറഞ്ഞിട്ടില്ലെങ്കിൽ വേറൊരാളായിട്ട് ഇന്നെ അത്രത്തോളം ഇത് ചെയ്യണം എന്നുള്ളൊരു അങ്ങനൊരു എന്താ പറയാ, നമുക്ക് മിക്ക ആൾക്കാർക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി നിലനിർത്തി പോരാൻ പറ്റാത്തവരായിരിക്കും. അങ്ങനെയുള്ളവര് ചൂസ് ചെയ്യണ ആണെങ്കിൽ ഷീഫിറ്റ് ബെറ്റർ ഓപ്ഷൻ ആണ്. ഞാൻ അങ്ങനെയല്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയും. അതിലുപരി നമുക്ക് എന്താ പറയാ, ഇവരിങ്ങനെ ഇനിയിപ്പം ചില സമയങ്ങളിൽ ഇങ്ങനെ എനിക്ക് ഓൺലൈനിൽ കയറാൻ കഴിയലില്ല, ഇതിന് നമ്മളെ എക്സസൈസിൽ കയറാൻ കഴിയലില്ല. അപ്പൊ എനിക്ക് മാം ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അയച്ചു തരാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ പോലും നമുക്ക് എല്ലാ ടൈമിലൊന്നും പറ്റിയില്ലെങ്കിൽ അവർ ആ ക്ലാസ് അയച്ചു തരും, എന്നിട്ട് ചെയ്യാനൊക്കെ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വേറെ ഇവിടെ ജിമ്മിലൊക്കെ പോകാറുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്നൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിയാന ഇടക്ക് മിസ്സായല്ലോ. എവിടെ പറയാ. നെറ്റ് കഴിഞ്ഞതാ, അപ്പൊ വീണ്ടും കേറ്റി. അറിയണ്ടേ അല്ലേ? അപ്പൊ ഹസ്ബൻഡിനെ വിളിച്ച് വേഗം കേറ്റ്. അത് എന്തെന്നാ ഇത്ര തിരക്ക്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഉണ്ട്. പറഞ്ഞു തന്നെയല്ലേ ഇപ്പൊ പറയണ്ടേ, പ്രജ്ഞ പറഞ്ഞ പോലെ ഡെയിലി ഇങ്ങനെ പറയുന്ന എന്നാലും കേൾക്കാത്ത ആളുകളുണ്ട് ഇതില്, അപ്പൊ ഓര് കേൾക്കട്ടെ. അപ്പൊ ഇവർക്ക് കൂടെ ഓണം ചലഞ്ചിലുള്ളവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആവും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ. ഞാൻ തന്നെ എനിക്കൊരു മോട്ടിവേഷനാണ്, പിന്നെ അതിൽ കൂടുതലൊന്നും ഇല്ല. ഞാൻ ഏകദേശം ഇപ്പോ 3 month കഴിഞ്ഞ് തോന്നുന്നു ഷീഫിറ്റില് ജോയിൻ ചെയ്തിട്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, ഈ ഒരു 45 days ചലഞ്ച് ഭയങ്കര ഒരു മാറ്റമാണ് ഉണ്ടാക്കിയത്. കാരണം വെച്ചാല് ഏകദേശം ഒരു 8 kg വെയിറ്റ് ലോസ് ഇപ്പൊ നടന്നിട്ടുണ്ട്. ഞാൻ ഈ ഷിഫിറ്റിൽ ജോയിൻ ആവുമ്പോ 84 ആയിരുന്നു, ഇപ്പോ ഏകദേശം 73 ആയിട്ടുണ്ട്. മാഷാഅല്ലാ, അത് കാണുമ്പോ എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷം. എന്താ പറയാ, ഞാന് ജോയിൻ ആവുന്ന സമയത്ത് എൻ്റെ 2 ഫ്രണ്ട്സ് ജിമ്മിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരെന്നെ കുറെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ 45 ഡേയ്സിൽ ചേരുമ്പോഴാണ് പിന്നെ ജിമ്മിൽ പോവാ, അവിടുന്ന് കുറച്ചൊരു മാറ്റം, ഓൺലൈനിൽ മാറ്റാണ്. അപ്പൊ എനിക്കൊരു വിശ്വാസമായിരുന്നു, കാരണം ഇവരെ മുന്നേ ജോയിൻ ചെയ്തോണ്ട് എന്താ പറയാ പറ്റുന്നുള്ളത് കോൺഫിഡന്റ് ആയിരുന്നു. നമ്മള് മടി കളിക്കുമ്പോ എന്താ പറയാ നമ്മളെ വെയിറ്റ് താനേ കൂടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞതിനെല്ലാം അങ്ങനെയായിരുന്നു, കുറെ ചെയ്യും, കുറെ എന്തൊക്കെയോ മടി, അതിന്റെ അടുക്ക് വല്ലതും കയറ്റി അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നല്ലോണം ശ്രമിച്ച് അതിന്റെ നല്ലൊരു റിസൾട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ലോസ് ആയപ്പോ ഞാനിങ്ങനെ എന്റെ ഓരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഇത്ര ഒരിക്കലും ഭയങ്കര ഒരു അത്ഭുതം പോലെ. അപ്പൊ എന്നോട് ഇങ്ങനെ ഇതിന്റെ ശിവരിന്റെ ഇതെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ടേ, കേറുന്നതിന് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാല് അത്രയും ഞാൻ തന്നെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ ഇപ്പൊ ഒരു അത്ഭുതമാണ് ഇതെന്താ സംഭവം. എന്തായാലും ഷീഫിറ്റിനോട് എല്ലാവരോടും, എസ്പെഷ്യലി അശ്വതി മാം, കാരണം എന്ന് വെച്ചാല് മുഴുവൻ എക്സസൈസ് എടുത്തത് അശ്വതി മാമിന്റെ അടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അത്ര വലിയ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഹർഷന്റെ വർക്കൗട്ട് ആയിരുന്നു തോന്നുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹർഷ മാം പിന്നെ അശ്വതി വന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് തീരെ എനിക്ക് കംഫർട്ട് ഇല്ല പറഞ്ഞു. ഇപ്പൊ എനിക്ക് അശ്വതി മതി എന്നുള്ള അവസ്ഥയായി. ശരിക്കും ഹർഷ മാം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നമ്മള് വിളിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചങ്ങ് ഒയപ്പി പോവും. എന്താ പറയാ, നമ്മളെ നോക്കുന്നില്ലല്ലോ, അത് കുഴപ്പമില്ല എന്നുള്ളൊരു പോലായിരുന്നു. അപ്പോ ഹർഷ മാം ഒന്ന് നിക്കുമ്പോ തന്നെ വിളിക്കും, ധ്യാന ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഈ പ്രാവശ്യത്തത് അശ്വതി മാമിന്റെ കയറി നോക്കുമ്പോ കുറച്ചൊന്ന് കമ്പനി ആയപ്പോ പിന്നെ സൂപ്പറാണ്, നല്ല അടിപൊളി വർക്കൗട്ടും എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ തന്നെ ഓണം ബാച്ചില് ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു എന്താ പറയാ ഒരു ലക്ഷ്യം, അവിടത്തേക്ക് എത്തണം. ഓക്കേടാ, ആ ഒരു വെയിറ്റിലേക്ക് എത്തട്ടെ.
പറഞ്ഞ ഇങ്ങനെ പിന്നെ സ്വന്തം ഞാനിങ്ങനെ കാര്യം നിർത്തൂല, അതുകൊണ്ട് എന്നെ നിർത്തിക്കല നല്ലേ. രേഷ്മ പറഞ്ഞ പോലെ രേഷ്മ പറഞ്ഞ പോലെ അല്ലെ, മൈക്ക് തന്നാ ഞാൻ വിടൂല. ഇല്ല ഓക്കെ നിർത്തൂല, അനുജ അതുകൊണ്ട് വിട്ടയാള് അനുജ. മെസ്സേജിൽ വന്ന് വെറുപ്പിച്ചോളും. ഹായ്, ഹലോ. ഹായ്. കേൾക്കുന്നുണ്ടടാ, പറ. ആ ആ എന്താ പറയാ, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഇല്ലായിരുന്നു. നേരത്തെ ആണെങ്കിലും ഞാൻ വേറെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 5 kg കുറച്ചതായിരുന്നു. പക്ഷെ അതൊരു അതേപടി കൂടിയിട്ടുണ്ടായിരുന്നു, അതിൽ ഇരട്ടി കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരും കുറച്ചുകൂടി സപ്പോർട്ടീവ് ആണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഒരു ഇതിൽ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ട് ഇതായിരുന്നു. ഇപ്പം മെന്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫാത്തിമ ഇതില് നിങ്ങള് ഫീഡ്ബാക്ക് പറയട്ടോ, ഞാൻ പേര് വിളിക്കണ്ടാവോ. നസ്നിത, നെബില ഏടെ എല്ലാരും വാ. കാണുന്നില്ല, ഇത് താഴെയുള്ള മൈക്ക് ക്യാമറ ഓഫ് ആക്കിയിട്ട് കാണുന്നില്ല. നെബില നമ്മൾ പ്ലാറ്റ്ഫോമിലെ മുന്നേ. നസ്നിത പറയും, മൈക്ക് ഓൺ ചെയ്യൂ. ഹലോ, ഞാന് മുൻപ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾക്കണില്ലേ? ഹലോ, കേൾക്കണില്ലേ? ഉണ്ട്. ഞാന് മുൻപേ ഷീഫിറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരു 10 kg എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റെക്ക് ആയപ്പോഴാണ് എനിക്കൊന്ന് പിന്നെ മോൾഡോ കുറച്ച് വിഷയങ്ങളൊക്കെ വന്നിട്ട് പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ അൽഹംദുലില്ലാ ഇപ്പൊ രണ്ടാമത് ജോയിൻ ചെയ്തപ്പോ 45 ഡേയ്സിൽ എനിക്കിപ്പോ ഒരു 4 kg ലോസ് വന്നിട്ടുണ്ട്, വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. വളരെയധികം ഹാപ്പിയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. എല്ലാ വർക്കൗട്ട് ആയാലും നമ്മളെ ഡയറ്റ് ആയാലും എല്ലാത്തിനും. നമ്മളെ കണ്ടില്ലെങ്കിൽ പിന്നെ തോണ്ടി വിളിക്കാൻ ആൾക്കാരുണ്ടല്ലോ. നമുക്ക് ഇത്രയധികം ശ്രദ്ധ കിട്ടണത് ആദ്യമായിട്ടാണ്. കാരണം കാര്യമായിട്ട് അപ്പൊ ഇപ്പൊ എന്തായാലും ഫുഡിലായാലും മൊത്തത്തിൽ നമുക്കിപ്പോ ഒരാള് കൂടെ ഉള്ള പോലെയാണ് ഷീഫിറ്റില് ജോയിൻ ചെയ്തതിന് ശേഷം. നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരിത്. പിന്നെ വളരെ ഹാപ്പിയാണ്. ഈ 45 ഡേയ്സിൽ എല്ലാവരും നല്ല കമ്പനി ആയിട്ട് നല്ലൊരു എന്താ പറയാ, അത് ഇങ്ങനെ സ്റ്റോപ്പ് ആകുമ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പൊ എന്നാലും അൽഹംദുലില്ലാ നെക്സ്റ്റ് ഓണം ചലഞ്ചിൽ എല്ലാവരും ഉണ്ടല്ലോ. ഒന്നും നോക്കാനില്ല, നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും കണ്ടിന്യൂ നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ ഒരു ടെൻഷനും ഇല്ലാണ്ട് കയറാം. നല്ല ചേഞ്ച് ഉണ്ടാവും. വർക്കൗട്ടൊക്കെ അടിപൊളിയാണ്. വർക്കൗട്ട് ചെയ്യാനൊക്കെ ഞാൻ ഫസ്റ്റ് മടിച്ചിട്ടാണ് കയറുക. എന്നാലും ചെയ്താണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്റെ വോയിസ് എപ്പോഴും കേൾക്കുന്നതാണ് ഗ്രൂപ്പില്. ഓക്കെ ട്ടാ, ബൈ. നസ്നിത വന്നിരുന്നല്ലോ, പോയല്ലോ. നസ്നി, ഹായ്. എനിക്ക് എല്ലാരും പറഞ്ഞ പോലെ തന്നെ പിന്നെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ബോഡി പ്രശ്നങ്ങൾ പലതുണ്ടായിരുന്നു. കാല് ഫ്രാക്ചറായി. അപ്പൊ അതുകൊണ്ട് അധികം വെയിറ്റ് ഒന്നും എനിക്ക് കുറയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ എന്റെ ശരീരം നല്ല കുറെയൊക്കെ ഓരോ ഭാഗങ്ങളും മെലിഞ്ഞിട്ട് ഉഷാറാണ്. ചുരിദാറൊക്കെ ഇട്ടാ നല്ല മനസ്സിലാവും. എനിക്ക് തന്നെ ഒരു കംഫർട്ട്. ഇനിയും ഇതില് മുന്നോട്ട് പോണം തന്നെയാണ് എന്റെ ഒരു. പിന്നെ നിങ്ങളെല്ലാരും കൂടെ ഉള്ള എല്ലാരും എന്നെ പോലുള്ളവരൊക്കെ നല്ല, ഞാൻ അധികം സംസാരിക്കാറില്ല, പക്ഷെ സംസാരിക്കുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടാട്ടോ. എല്ലാരും ഞാൻ കേൾക്കാറുണ്ട്. ഇനി എല്ലാരും ഉണ്ടാവല്ലോ അല്ലേ? അതേപോലെ എല്ലാരും. എനിക്ക് അധികം പറയാൻ കഴിയില്ല. എന്തായാലും ഓക്കെ, എനിക്ക് പറയാനുള്ളൂ. ശരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കണം. എന്നാലും പിന്നെ എന്നെ പോലെ സംസാരിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് സംസാരിച്ച് ശീലാവും. അതെ, സംസാരിച്ച് അറിയില്ല പറയാന് എന്താ പറയേണ്ടതെന്നുള്ളത്. അത് അധികം വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്.
എന്റെ ബോഡി ശരിക്കും പ്രശ്നങ്ങൾ കാലോണ്ട് ഒന്നും കൊണ്ടാണ് അത്. ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് വർക്കൗട്ടിന്റെ ടൈമില് വർക്കൗട്ട് തന്നെ മര്യാദക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യണ്ടാന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും കാര്യായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ, ഇനിയും ചെയ്യണ്ടാന്ന്. തുടരാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. എന്നാലും ഒരു ഡോക്ടർ 5.5 എവിടുന്ന് കിലോനാണ് പറഞ്ഞിട്ടില്ല എന്റേത് ചെയ്തോളൂന്ന്. കുറഞ്ഞത്. ഉം. പക്ഷെ അത്രയും ഇഷ്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്നാലും അതെ 2.5 കിലോ കുറഞ്ഞില്ലേ, അത് നല്ല റിസൾട്ട് തന്നെയാണ്. അതെ, പിന്നെ പല പ്രശ്നങ്ങൾ ശരിക്കും ആ വന്നപ്പോ ഒരു അതിലൊന്നും കിലോ എന്നുള്ളത് നമ്മുടെ വെയ് മെഷീനിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അത്രയും ശരിക്കും നമ്മുടെ ബോഡിയിൽ നല്ല ചേഞ്ചസ് ഉണ്ട്, ഫാറ്റ് ലോസ് ഉണ്ട് നന്നായിട്ട്. ഫോട്ടോ അതെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതെ, ബോഡിയിൽ ഓക്കെ, നല്ലോണം മാറ്റമുണ്ട്. സ്ഥലം ഉണ്ടോ അതില്? ഓ ആരൊക്കെയാ ഉള്ളത്? അല്ല, സ്ഥലം ഉണ്ടോ ഇതില് നമ്മള് ഇനി ആരൊക്കെയാ സംസാരിക്കാനുള്ളത്? നിങ്ങള് ഫീഡ്ബാക്ക് പറയട്ടോ. സ്ഥല നമ്മളെ രണ്ടാം ബാച്ചിലെ വിന്നർ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബാച്ചിലും കൂടി വിന്നർ ആവുന്നു. പക്ഷേ ഈ ബാച്ചിൽ നല്ലോണം ഉഴപ്പി. സ്ഥല ഉണ്ടല്ലോ അതില്, കേൾക്കുന്നില്ലേ? ഇനി ആരൊക്കെയാ ഉള്ളത്? വിനീത ഉണ്ട് ഇതില്, വിനീത. ഉള്ളവര് സംസാരിക്ക്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ലേറ്റ് കാണിക്കാം അല്ലെ എല്ലായിടത്തും. വേഗം നോക്ക് ചെയ്യാനാവത് കേട്ടോ. വേഗം അതായത് എനിക്ക് പോയിട്ട് കിച്ചണിൽ കയറണം. ഇപ്പൊ തപ്പി ക്ഷമ കെട്ടൂന്ന്. വെയിറ്റ് തപ്പ വരും. ആ സ്ഥല വന്നു. സ്ഥലാണ് ഫീഡ്ബാക്ക്. എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഇവിടെ മാരേജിലാണ്, കുറച്ച് ബിസിയാണ്. ഷിഫ ഒന്ന് ഷെയർ ചെയ്യോ? റയാൻ ചെക്കോ അടിക്കുന്നുണ്ടല്ലോ. റിയാൻച സംസാരിച്ചോ? വിന്നർ ആരാന്നുള്ളതൊക്കെ പറയാലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വിന്നറിനെയാണോ അനൗൺസ് ചെയ്യുന്നത്? സിയാന 7.7. ഞാൻ എക്കോ അടിക്കുന്നുണ്ട് അല്ലാണ്ട്. ഇത് എക്കോ അടിക്കുന്നുണ്ട്. സംസാരിക്കാം.
സൗണ്ട് ഇല്ല കേട്ടോ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മള് വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞത് 10,000 റുപ്പീസ് ക്യാഷ് പ്രൈസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്തത്. പക്ഷെ നമ്മള് ഗ്രൂപ്പ് കണ്ടപ്പോൾ നമുക്ക് ഒരാൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം അത്രയും ഒരു കോമ്പറ്റീഷൻ പോലെയായിരുന്നു നമ്മളെ ഗ്രൂപ്പ് കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ തന്നെ കൺഫ്യൂഷനിലാണ് ആർക്ക് കൊടുക്കും. അപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഇപ്പൊ കണ്ടെത്തുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ഒരു 3 പേര് സെയിം വെയിറ്റ് ആണ്. ഒരു പോയിന്റ് വ്യത്യാസത്തില് ഒരാള് നമ്മൾ ഫസ്റ്റ് വിന്നറായിട്ടും 2 പേരെ നമ്മൾ സെക്കൻഡ് വിന്നറായിട്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചലഞ്ചിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അയാളെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് എനിക്കറിയാം നമുക്കിപ്പോ തൈറോയ്ഡ് ആയാലും PCOD ഒക്കെ ആയാലും നോർമൽ പേഴ്സണേക്കാൾ അത്ര വെയിറ്റ് പെട്ടെന്ന് ലോസ് ഉണ്ടാവില്ല. അപ്പൊ അത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ 4 പേരെയാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ട് ഉള്ളത്. ഗസ് ചെയ്യാൻ പറ്റും ആരൊക്കെ ആയിരിക്കും? ഗസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ വിന്നർ ഓൾറെഡി ഇവിടെ ഞാൻ പിക്ക് കണ്ട്. എല്ലാം മാറ്റുന്നതിന്റെ ഇടയ്ക്ക് അതും കണ്ടു. അതല്ലാത്ത ബാക്കിയുള്ള വിന്നേഴ്സ് ആരാണ്? പാറു ഉണ്ടാവില്ലേ? ഫരീദ ഉണ്ടാകും. പാറുവില്ല. എനിക്ക് ഇഷ്ടമില്ല. പിന്നാര് 4 ആളെ പറഞ്ഞില്ല, ഒരാളെപ്പോൾ കണ്ട്. സിയാന. അതാരാ മിച്ച പറയുന്നേ? ഞാനാ പറയുന്നേ. അയ്യോ 9 മണി നാക്കി കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ അറിയാൻട്ടാ. വിന്നേഴ്സിനെ നോക്കാതെ കുറച്ചുങ്ങള് സ്പെഷ്യൽ വിന്നർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം. കൂടെ ഉള്ളവർക്കാ കൂടുതൽ എക്സൈറ്റ്മെന്റ്. മക്കൾക്കാണല്ലോ കൂടുതൽ എക്സൈറ്റ്മെന്റ്. വരുന്നില്ലല്ലോ. എല്ലാരെയും ഹൃദയം ഇങ്ങനെ പടപട അടിക്കുന്നറിയാന്ന് പെട്ടെന്ന്. ഇപ്പൊ പൊട്ടിപ്പോ. അതാണ് പെട്ടെന്ന് എക്കോ അടിക്കുന്നോണ്ട് ഇത് ഓഫാക്കി ഓണാക്കുമ്പോഴേക്ക് പോയി പോന്നു. ഷിഫ നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്തുതരാം. ഞാൻ പറഞ്ഞുതരാം വിന്നർ ആരാ. അതാ നല്ലത്. കാണുന്നോ? കൊടുക്ക. ഞാൻ പതിക്കില്ലേ പാറു ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ? കണ്ടോ? കൺഗ്രാജുലേഷൻ പാറു. കൺഗ്രാജുലേഷൻ. ഇനി രണ്ടാമത് പറഞ്ഞില്ലേ? കാണാൻ പറ്റിയില്ല എനിക്ക്. പാറു കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇന്ന് ഫേസ് കാണാൻ പറ്റിയ കോലത്തിലല്ല. സെക്കൻഡ് പ്രൈസ് നമ്മൾ 2 പേര് പങ്കിട്ടെടുക്കുന്നുണ്ട്. അതാരൊക്കെ ആയിരിക്കും? ഫരീദ. മനസ്സിലാക്കില്ല. അതോലല്ല കേട്ടോ. അല്ല സിയാനയും മിച്ചു ആയിരിക്കൂല. എന്നാലും ഒന്നുകൂടെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. എല്ലാരും പറയട്ടെ. ഇപ്പൊ അടുത്തത് ഇടും.
ഇപ്പൊ ഫരീദ ടൺ ടൺ സിയാനി ടൺ ടൺ. അയ്യോ, മോനെ. കൺഗ്രാറ്റ്സ് വിചാരിച്ചിട്ടേ ഇല്ല. കൺഗ്രാറ്റ്സ്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും, ഞാൻ പറഞ്ഞല്ലോ, എല്ലാരും നല്ലോണം ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജിമ്മിൽ വരുന്ന വിനീത, അവരൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന ടൈമിലെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുന്ന, നമ്മൾ തരുന്ന ടാസ്കുകൾ അത്രയും കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ കൂടി വെച്ചിട്ടാണ് നമ്മള് ഗിഫ്റ്റ് ഇതാക്കിയത് കേട്ടോ. എന്നാലും എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞില്ലല്ലോ, രേഷ്മേന്റെ ഗിഫ്റ്റ് പറഞ്ഞില്ലല്ലോ. രേഷ്മ, നമ്മള് ക്യാഷ് പ്രൈസ് അല്ല, പകരം നമ്മളെ 1 month ഓണം ചലഞ്ചിലേക്കുള്ള ഫ്രീ എൻട്രി ആണ് രേഷ്മയ്ക്ക് നമ്മള് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. നമ്മള് അതുപോലെ ഞാൻ അങ്ങോട്ട് വരണനി എനിക്ക് ഗിഫ്റ്റും കൊണ്ട് ഫരീദാക്കും സിയാനക്കും. പാറ എനിക്ക് വിസ തരുന്നില്ല. പാറ എനിക്ക് വിസ തരാത്തത് കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആരും 10kg എത്തിച്ചില്ല. എന്റെ മിസ്റ്റേക്ക് അല്ല. ഇങ്ങോട്ട് പോരെ. ഞാൻ കറക്റ്റ് എടുത്ത് പറഞ്ഞു, 10kg എത്തുന്നു അവർക്ക് ഞാൻ വിസ. നമുക്ക് ഓണം ചലഞ്ച് പിടിക്കാം. ഓണം ചലഞ്ച് പിടിക്കാം. അതാണ് അടുത്ത ദുബായ് വിസ പറഞ്ഞു. ദുബായ് വിസ അടുത്ത ചലഞ്ചിന്റെ ലക്ഷ്യം അതാക്കാം. ഓക്കെ, അപ്പൊ ഇനി ഓണം ചലഞ്ചിൽ വന്ന ആൾക്കാർക്ക് പിന്നെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ടായില്ല ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കാം. അപ്പൊ ഇവരൊക്കെ അത്രയും അറ്റാച്ച്മെന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇതിനേക്കാളും അടിപൊളിയില് നമ്മളെ ഓണം ബാച്ചില് ഇതിനേക്കാൾ അടിപൊളി നമുക്ക് ചലഞ്ച് ഒക്കെ ചെയ്ത് വിന്നേഴ്സ് ആയിട്ട് നല്ല ക്യാഷ് പ്രൈസ് ഒക്കെ വാങ്ങിയിട്ട് പോകണം. നമ്മൾ തരുന്ന ടാസ്കുകൾ സിമ്പിൾ ടാസ്ക് അല്ലേ? സിമ്പിൾ ടാസ്ക് അല്ലേ എല്ലാ ടാസ്കും? സിമ്പിൾ അല്ലേ? ഏറ്റവും അടിപൊളി നമ്മളെ ഫുഡ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് തരുന്ന ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഗ്രൂപ്പിൽ നമുക്ക് നോർമൽ ബാച്ചും ചലഞ്ച് ബാച്ചും ഉണ്ട്. ശരിക്കും നോർമൽ ബാച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇത്രയൊന്നും അറ്റാച്ച്മെന്റ് ഇല്ല. ഈ ഒരു ബാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറച്ചുകൂടെ ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ ഇനിയുള്ള വരുന്ന ഓണം ചലഞ്ചിലുള്ള ആൾക്കാരും നമ്മള് ഗ്രൂപ്പില് ഒന്നും വിചാരിക്കേണ്ട അത് മെന്ററാണ് അല്ലെങ്കിൽ ഓല് ട്രെയിനറാണ്, അങ്ങനെ ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. നമ്മൾ ഡയറ്റ് ഒക്കെ നാളെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എല്ലാ രീതിയിലും നിങ്ങൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക. നിങ്ങൾ ആക്റ്റീവ് ആയാൽ അത് നിങ്ങളെ ബോഡിയിൽ കാണിക്കും. ആ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും മടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആവുന്നു അതാണ് ഇവരൊക്കെ കാണിച്ച റിസൾട്ട്. ഇവരൊക്കെ ശരിക്കും കാണിച്ച റിസൾട്ട് ഇവരെ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് പറയുന്നെങ്കിലും ശരിക്കും ഇവര് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവർ ഈ ഓരോ വെയിറ്റ് ലോസ് ജേർണി വെയിറ്റ് ലോസ് നേടിയെടുത്തത്. അപ്പൊ അതുപോലെ ഓണം ബാച്ചിലുള്ള എല്ലാവരും നിങ്ങള് തന്ന പൈസക്ക് ഞങ്ങൾ ഒന്നും തരൂല. നിങ്ങൾ തന്നെ നേടിയെടുക്കണം. നിങ്ങൾ തന്നെ കഷ്ടപ്പെടുത്തും. നിങ്ങൾ തന്നെ നമ്മളൊന്നും പറഞ്ഞു ടാസ്ക് ചെയ്ത് നിങ്ങളെങ്ങനെ എൻജോയ് ആക്കും, ബോറിംഗ് ഇല്ലാണ്ടാക്കും. ബാക്കി എല്ലാ കഷ്ടപ്പാടും നിങ്ങൾ ചെയ്യണം. പറന്റെ കാല് നേരത്തെ വീഡിയോ കണ്ടല്ലോ, നടന്നിട്ട് കാല് പൊട്ടി ചോര കഷ്ടപ്പെടാൻ വേണ്ടിട്ട് തയ്യാറുള്ള ആൾക്കാര് സക്സസ് ഉണ്ടാവും, എന്തായിട്ടുണ്ടാവും, ഉറപ്പാ. അതാണ് ശരിക്കും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും. അപ്പോ ഇനിയുള്ള പുതിയ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്ത ബാച്ചിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. നല്ല വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാം. ഓണം ആകുമ്പോഴേക്കും നല്ല അടിപൊളിയില് സാരിയൊക്കെ എടുത്ത് നമുക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പുതിയ ചാലഞ്ച് കണ്ടെത്തിക്കാം. നമ്മള് പുതിയ ബാച്ചില് പഴയ ചാലഞ്ചും കൊണ്ട് വരണ്ട, പുതിയ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാസ്ക് നമുക്കൊരു മീറ്റപ്പിന്റെ ഒന്ന് ജിമ്മിലേക്ക് നിങ്ങൾ എല്ലാവരും ആരും പാറ നാട്ടിലേക്ക് പാറും മിച്ചൊക്കെ നാട്ടിലേക്ക് വരുമ്പോ മീറ്റപ്പ് വെക്കണം കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി. നാട്ടിൽ വരട്ടെ, കൊണ്ടുവിട്ടേരണ്ടേ. ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യും പ്ലീസ്. അതേപോലെ റെഹാന മാം, നമ്മളെ പുതിയ ചലഞ്ചില് വന്ന ആൾക്കാരുണ്ടാവല്ലോ, അപ്പൊ അവരെയും കൂടി ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടൂടെ? ഇത്ര നേരം നമ്മൾ
9 മണിയാകുമ്പോ അതപ്പിക്കും എല്ലാരും. അതെ, ജിജിത മാം, അശ്വതി മാം എല്ലാരും ഒന്ന് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടോ, നമ്മളെ പുതിയ ബാച്ചിലേക്കുള്ള ആളുകൾ അവരൊക്കെ. എന്നാ ഞാൻ ചെറുതായിട്ട് ക്യാമറ ഓഫ് ആക്കിയിട്ട് കേക്കാട്ടോ. ഓക്കെ. ഇതിൽ നിന്ന് പോവാനും തോന്നൂല, അതാ ഇപ്പൊ പ്രശ്നം. ഓക്കെ, ജിജിത മാം പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. എന്റെ പേര് ജിജിത. ഞാൻ പാലക്കാട് നിന്നാണ്. ഞാനൊരു സ്റ്റാഫ് നഴ്സാണ്, തൃശ്ശൂർ വർക്ക് ചെയ്യണു. ഞാൻ കൊടുക്കാം. പിന്നെന്താ, ഇപ്പൊ എത്രയുണ്ട്, വെയിറ്റ് എത്രയുണ്ട്? ഞാനിപ്പോ 89. എന്തോ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് PCOD ഉണ്ട്, 2 ഓവറിലും. PCOD ആയിട്ട് തന്നെയാണ് കാണിക്കണത്. പിന്നെ അതേപോലെ എനിക്കൊരു നീ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ലിഗമെന്റ് ഇഞ്ചുറി ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് മീൻസ് കുറച്ച് എക്സസൈസുകൾ, കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഹൈ നീസ്, അതുപോലെ തന്നെ ജമ്പിങ് എക്സസൈസും സൈക്ലിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ചിലതൊക്കെ ചെയ്യും. പിന്നെ എന്റെ മെയിൻ പ്രശ്നം ഞാൻ കൺസിസ്റ്റന്റ് അല്ല. എപ്പോഴും ഇങ്ങനെ ഓരോരായിട്ട് ചെയ്യും, പകുതി നിർത്തിയിട്ട് പോവും. 3 മാസമൊക്കെ ചെയ്യും, കുറച്ച് റിസൾട്ട് കിട്ടുമ്പോഴേക്കും നിർത്തും. അങ്ങനെ ആണ് ഇപ്പൊ. പക്ഷെ എന്നാലും സ്മൂത്തിയും അരിഭക്ഷണം ഒഴിവാക്കി അങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ കുറച്ചുകൂടെ എനിക്ക് വുമൻസ് മാത്രമാണ്, കുറച്ചുകൂടെ എല്ലാരും മിങ്കിൾ ചെയ്യാൻ പറ്റും, നമ്മളെ പോലെ തന്നെ കുറെ മോട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിലേക്ക് മെയിൻ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചത്. മീൻസ് പറ്റുമെന്ന് വിചാരിക്കുന്നു. മെയിൻ എന്റെ വർക്കിന്റെ സമയം കൊണ്ടാണ് എനിക്ക് വേറെ ഒന്നിലും ഇതാവാൻ പറ്റുന്നത്. കാരണം നമുക്ക് 3 ഷിഫ്റ്റ് ആണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് വർക്കൗട്ടിനോ കാര്യങ്ങൾക്കോ ഒന്നും കയറാൻ പറ്റില്ല. പക്ഷെ ഇതിലെ ടൈമിങ്സ് എല്ലാം 4 സമയത്ത്, രാവിലെ ഉണ്ട്, 8:30 ഉണ്ട്. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു സമാധാനമായി. കാരണം ഇപ്പൊ നൈറ്റ് ആണെങ്കിലും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ കയറാൻ പറ്റും മോർണിംഗില്. അപ്പൊ മോർണിംഗ് അപ്പൊ എന്റെ ഷിഫ്റ്റ് അനുസരിച്ചുള്ള ടൈമിങ്ങും കുറച്ചുകൂടെ എനിക്ക് ഈസിയായി തോന്നി. ഹോപ്പ് നല്ല രീതിയിൽ എനിക്കും ചെയ്യാൻ, വെയിറ്റ് ലോസ് ഇവരെയൊക്കെ പോലെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കേടാ, നമുക്ക് പറ്റാത്തായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ മനസ്സിലായിണ്ടാവല്ലോ എല്ലാവർക്കും നല്ല ദിവസം. എന്നാലും നമുക്ക് ഈ ഒരു ജേണി നമുക്ക് ഇതുപോലെ ഒരുമിച്ച് അടിച്ച് പൊളിച്ച് മുമ്പോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ആള്. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് മുർഷിദ. ഞാൻ ഊട്ടിയിൽ നിന്നാണ്. എന്റെ സിസ്റ്റർ കഴിഞ്ഞ ഒരു 2 മന്ത് മുൻപ് ഇത് ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു ചലഞ്ച് ആയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തതാണ്. മാറ്റം വരുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുന്നില്ലടാ, പ്രതീക്ഷിക്കും, നടക്കും. അടുത്ത ആള്. വേറെ ആരാ ഉള്ളത് പുതിയ ചലഞ്ചിൽ ജോയിൻ ആയ ആൾക്കാര്? ഹായ്, ഞാൻ ഫർസാന. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഇതുപോലെ 2-3 എണ്ണത്തിൽ ജോയിൻ ചെയ്യും. എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് ടൈമാണ്. വർക്കിംഗ് എന്തെങ്കിലും സ്ട്രെസ് കയറിയാൽ പിന്നെ ഞാൻ എല്ലാ തവണ ഇടും. പക്ഷെ ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ പിന്നെ കൺഗ്രാറ്റ്സ് ടു ദ വിന്നേഴ്സ്. ഓക്കേടാ. അപ്പൊ നമ്മള് എന്ത് കാര്യം നമുക്ക് മടിയില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അതിപ്പോ നമ്മൾ ഗ്രൂപ്പായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഒന്നും കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, നല്ലോണം മുമ്പോട്ടേക്ക് പോയിനി. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പഴയ ബാച്ചിനേക്കാളും എന്താ പറയാ നല്ലോണം തന്നെ എല്ലാവരും മുമ്പോട്ടേക്ക് പോകുന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പൊ എല്ലാവരും അടിച്ച് പൊളിക്കാം. നമുക്ക് നാളെ മുതൽ എന്തായാലും തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ വേറെ ആർക്കാ ഉള്ളത്? നാളെ ചീറ്റ് ഡേ ആയിരിക്കില്ല എല്ലാവർക്കും? അങ്ങനെ ചാലഞ്ചിലുള്ളവർക്ക് മാത്രം. പഠിക്കൽ കൊണ്ടേച്ച് എന്താ പറയാ കാലോടക്കാന്ന് അറിയില്ല, അങ്ങനൊന്നും ആരും ചെയ്യരുത് കേട്ടോ. ഒരു സമാധാനത്തിന് ആ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിട്ട്. നാളെ ഒരു ദിവസം വേണം എന്തായിട്ടും. ഒരു ദിവസം അല്ല, നാളെ ഒരു ദിവസം ഫുള്ളായിട്ട് വേണ്ട, ഒരു മീലൊക്കെ നമുക്ക്. ഒരു മീൽ കിട്ടിയാ മതി.
പക്ഷെ ഒരു കാര്യം കേട്ടോ, നമ്മളിപ്പോ കഷ്ടപ്പെട്ട് നമ്മൾ അത്ര ഡയറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മള് ഒരു നേരം കഴിച്ചാലുണ്ടല്ലോ, പ്രതീക്ഷിക്കേണ്ട ഒരു 500 ഗ്രാം ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിക്കുന്നത് സൂക്ഷിച്ച് കഴിക്കാം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വിടൂല കുറച്ചിട്ട് ഒരു ദിവസം ഉണ്ട്. അതല്ല, നമ്മൾ അത്രയും എന്നും പാവം. കഷ്ടപ്പെട്ട് കുറച്ചിട്ട് ഒരു ദിവസം കൊണ്ട് അത് കൂടുമ്പോ എത്ര സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് കഴിക്കാം. അല്ല, ആ സങ്കടാണ് ഇനി ഓണം ചാലഞ്ചിന്റെ മോട്ടിവേഷൻ. അത് തീർക്കാനായിട്ട് ഇനിയിപ്പോ ഓണത്തിന് എന്താ പറയാ, നല്ലൊരു നല്ല സെറ്റ് സാരി ഒക്കെ എടുത്ത് നിങ്ങളൊക്കെ സുന്ദരിയായിട്ടൊക്കെ കാണണ്ടേ? അപ്പൊ നമുക്ക് പറയുമ്പോ നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അടിപൊളി ഡാൻസ് ഒക്കെ ഇട്ട് റീലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ല, ഫുൾ പവർ വന്നു. നല്ല എനർജി വന്നു. അപ്പൊ ഓക്കെ, ബോറടിക്കോ? 9 മണിയായി. ഓക്കെ, എല്ലാവർക്കും അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ആൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്.